ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ കേരളത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ച സേവനങ്ങൾ: ഡിജി കേരളം, ഇ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ, കൈറ്റ് എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ കേരളത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ച സേവനങ്ങൾ: ഡിജി കേരളം, കൈറ്റ്. രൺഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി 2025 ഡിസംബറിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ: ഡോക്ല, ചോല. രൺഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി 2025 ഡിസംബറിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ: ഡോക്ല, ചോല. അപ്പോൾ ഡോക്ല, ചോല ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ് കേട്ടോ. ഡോക്ല, ചോല ചുരങ്ങൾ സിക്കിമിലാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ബി സായിറാം. കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ബി സായിറാം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ബിലാസ്പൂർ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ബിലാസ്പൂർ. 2025 ഡിസംബറിൽ ഇന്ത്യ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി INS സിന്ധു ഘോഷ്. 2025 ഡിസംബറിൽ ഇന്ത്യ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി INS സിന്ധു ഘോഷ്. ഏതൊക്കെ സാമൂഹിക മാധ്യമങ്ങളുടെ സേവനത്തിനാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം സിം കാർഡ് നിർബന്ധമാക്കിയത്? വാട്സാപ്പ്, ടെലഗ്രാം. ഏതൊക്കെ സാമൂഹിക മാധ്യമങ്ങളുടെ സേവനത്തിനാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം സിം കാർഡ് നിർബന്ധമാക്കിയത്? വാട്സാപ്പ്, ടെലഗ്രാം. രാജ്യാന്തര ക്രിക്കറ്റിൽ സിംഗിൾ ഫോർമാറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലി. 52 സെഞ്ചുറികൾ നേടിയതോടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നു. രാജ്യാന്തര ക്രിക്കറ്റിൽ സിംഗിൾസ് ഫോർമാറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലി. ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം. റഷ്യയിൽ നിന്നും വാങ്ങിയ ആകുല ക്ലാസ് അന്തർവാഹിനി ഏതു പേരിലാണ് ഇന്ത്യ കമ്മീഷൻ ചെയ്തത്? INS ചക്ര. റഷ്യയിൽ നിന്നും വാങ്ങിയ അകുല ക്ലാസ് അന്തർവാഹിനി ഏതു പേരിലാണ് ഇന്ത്യ കമ്മീഷൻ ചെയ്തത്? INS ചക്ര. അപ്പോൾ INS ചക്ര വാങ്ങിയിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യയിൽ നിന്ന്. 2025 ലോക ഗ്ലോബൽ എനർജി ലീഡേഴ്സ് ഉച്ചകോടിക്ക് വേദിയായത് ഒഡീഷ. 2025 ലോക ഗ്ലോബൽ എനർജി ലീഡേഴ്സ് ഉച്ചകോടിക്ക് വേദിയായത് ഒഡീഷയാണ്. മിലിറ്ററി അക്കാദമി പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത എന്ന നേട്ടം സ്വന്തമാക്കി 23-കാരിയായ സായ് ജാധവ്. മിലിറ്ററി അക്കാദമിയുടെ 93 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത പരിശീലനം പൂർത്തിയാക്കി സേനയിൽ കമ്മീഷൻ ചെയ്യുന്നത്. ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനൻ്റായാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇതോടെ അക്കാദമിയിൽ നിന്ന് സേനയിലേക്ക് ചേരുന്ന ആദ്യ വനിത എന്ന നേട്ടവും സായി സ്വന്തമാക്കി. മിലിറ്ററി അക്കാദമി പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത സായി ജാദവ്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത എന്ന നേട്ടം സ്വന്തമാക്കി 23-കാരിയായ സായി ജാദവ്. വിട പറഞ്ഞു പോയവരാരൊക്കെയാണ്? ഖാലിദ സിയ. ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയുമായ ഖാലിദ സിയ അന്തരിച്ചു. 3 തവണ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി. 1991 ആദ്യമായി പ്രധാനമന്ത്രിയാവുന്നത്. 1996 1999 പ്രധാനമന്ത്രി പദത്തിലെത്തി. ഖാലിദ സിയ
ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയുമായ ഖാലിദ സിയ അന്തരിച്ചു. 3 തവണ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി. കെ ശേഖർ, സംവിധായകൻ കെ ശേഖർ അന്തരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ത്രിമാന ചലച്ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ സംവിധായകനായിരുന്നു. 1982 പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ 70mm ചിത്രമായ പടയോട്ടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറായാണ് സിനിമയിലേക്കുള്ള തുടക്കം. നോക്കത്താ ദൂരത്ത്, കണ്ണുനട്ട്, 1 മുതൽ 0 വരെ മുതലായ ചിത്രങ്ങളുടെയും സംവിധായകൻ ആയിരുന്നു. അപ്പോൾ സംവിധായകൻ കെ ശേഖർ അന്തരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ത്രിമാന ചലച്ചിത്രം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാളത്തിലെ ആദ്യത്തെ ത്രിമാന ചലച്ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ സംവിധായകനായിരുന്നു കെ ശേഖർ. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ 70mm ചിത്രമായ പടയോട്ടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറുമായിരുന്നു കെ ശേഖർ. അപ്പോൾ മലയാളത്തിലെ ആദ്യ 70mm ചിത്രം ഏതാണ്? പടയോട്ടം. വിനോദ് കുമാർ ശുക്ല, ഹിന്ദി എഴുത്തുകാരനും ജ്ഞാനപീഠ ജേതാവുമായ വിനോദ് കുമാർ ശുക്ല അന്തരിച്ചു. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2025 ലഭിച്ചത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ജനനം. ദീവാർ മേം ഏക് ഖീഡി ഖീദി എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഹിന്ദി എഴുത്തുകാരനും ജ്ഞാനപീഠ ജേതാവുമായ വിനോദ് കുമാർ ശുക്ല അന്തരിച്ചു. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2025 ലഭിച്ചത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ജനനം. ദീവാർ മേം ഏക് ഖിഡി കി ധി എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്? INS മാഹി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാഹി നിശബ്ദ വേട്ടക്കാരൻ, സൈലന്റ് ഹണ്ടർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഔദ്യോഗിക മുദ്ര ഉറുമിയാണ്. നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേധ കപ്പലുകളിൽ ആദ്യത്തേതാണ് ഇത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്? INS മാഹി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന മാഹി നിശബ്ദ വേട്ടക്കാരൻ, സൈലന്റ് ഹണ്ടർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഔദ്യോഗിക മുദ്ര ഉറുമിയാണ്. നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേധ കപ്പലുകളിൽ ആദ്യത്തേതാണ് ഇത്. ഏതാണ്? INS മാഹി. 12,000 വർഷമായി നിദ്രാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലി ഗബ്ബി. 12,000 വർഷമായി നിദ്രാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലി ഗബ്ബി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം? അഹമ്മദാബാദ്, ഗുജറാത്തിൽ. 2030 കാനഡയിൽ ഹാമിൽട്ടണിലാണ് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2010 ഡൽഹി വേദിയായി. 2026 ഗെയിംസ് ഗ്ലാസ്ഗോയിൽ നടക്കും. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം? അഹമ്മദാബാദ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2010 ഡൽഹി വേദിയായി. 2026 ഗെയിംസ് ഗ്ലാസ്ഗോയിൽ നടക്കും. 2025 നവംബർ 24 അന്തരിച്ച ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു 2004 ലോകസഭാ അംഗമായത്? ബിക്കാനീർ, രാജസ്ഥാൻ. 2004 മുതൽ 2009 വരെയാണ് BJPയുടെ ഭാഗമായി ധർമ്മേന്ദ്ര ലോകസഭാ അംഗമായി പ്രവർത്തിച്ചത്.
1935 ഡിസംബർ 8 പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ നസ്രലി ഗ്രാമത്തിലായിരുന്നു ജനനം. 1961 ദിൽ ഭി തേരാ ഹം ഭി തേരാ എന്ന സിനിമയിലൂടെ തുടക്കം. 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹീമാൻ ഗരന്ധരം എന്നീ പേരുകളിൽ വിളിക്കപ്പെട്ടു. ഹീമാൻ ഗരന്ധരം എന്നീ പേരുകളിൽ വിളിക്കപ്പെട്ടു. ആരാണ്? ധർമ്മേന്ദ്ര. ഷോലെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പ്രസിദ്ധമാണ്. 2025 നവംബർ 24 അന്തരിച്ച ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഏതു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു 2004 ലോകസഭാ അംഗമായത്? ബിക്കാനീർ, രാജസ്ഥാൻ. 1961 ദിൽ ഭി തേരാ ഹം ഭി തേരാ എന്ന സിനിമയിലൂടെയാണ് തുടക്കം. 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹീമാൻ ഗരന്ധരം എന്നീ പേരുകളിൽ വിളിക്കപ്പെട്ടു. ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയെ മറികടന്ന് 2025 ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായത് ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. നഗരവൽക്കരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കാൻ UN തയ്യാറാക്കിയ പുതിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. 4.2 കോടിയാണ് ജക്കാർത്തയിലെ ജനസംഖ്യ. ധാക്ക, ബംഗ്ലാദേശിലെ ധാക്കയാണ് 3.7 കോടിയുമായി 2ാം സ്ഥാനത്ത്. 2018 കണക്കുകൾ പ്രകാരം 1ാം സ്ഥാനത്തായിരുന്ന ടോക്കിയോ 3.3 കോടിയുമായി 3ാമതായി. ന്യൂഡൽഹി 3.2 കോടിയുമായി 4ാം സ്ഥാനത്താണ്. ജനസംഖ്യ കൂടുതലുള്ള 10 നഗരങ്ങളിൽ 9ഉം ഏഷ്യയിലാണ്. ന്യൂഡൽഹിക്ക് പുറമെ കൊൽക്കത്തയും 2.2 കോടി പട്ടികയിലുണ്ട്. ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യ 10 നഗരം കെയ്റോ, ഈജിപ്ത്, ആഫ്രിക്കയാണ്. അപ്പോൾ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏതാണ്? ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയെ മറികടന്ന് 2025 ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. നഗരവൽക്കരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കാൻ UN തയ്യാറാക്കിയ പുതിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. 4.2 കോടിയാണ് ജക്കാർത്തയിലെ ജനസംഖ്യ. ധാക്ക, ബംഗ്ലാദേശാണ് 3.7 കോടിയുമായി 2ാം സ്ഥാനത്ത്. 2018 കണക്കുകൾ പ്രകാരം 1ാം സ്ഥാനത്തായിരുന്ന ടോക്കിയോ 3.3 കോടിയുമായി 3ാമതായി. ന്യൂഡൽഹി 3.2 കോടിയുമായി 4ാം സ്ഥാനത്താണ്. ജനസംഖ്യ കൂടുതലുള്ള 10 നഗരങ്ങളിൽ 9ഉം ഏഷ്യയിലാണ്. ന്യൂഡൽഹിക്ക് പുറമെ കൊൽക്കത്തയും 2.25 കോടി പട്ടികയിലുണ്ട്. ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യ 10 ഏക നഗരം കെയ്റോ, ഈജിപ്ത്, ആഫ്രിക്ക ആണ്. കെയ്റോയാണ് ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യ 10 ഏക നഗരം. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് പി മോഹനൻ. TV രാജേഷാണ് വൈസ് പ്രസിഡന്റ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് പി മോഹനൻ. TV രാജേഷാണ് കേരള ബാങ്കിന്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റ് സഞ്ജയ് കപൂർ. ഹാർഡ് ന്യൂസ് എഡിറ്ററായ കപൂർ അനന്ത്നാഥിന്റെ പിൻഗാമിയായാണ് ചുമതലയേറ്റത്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സഞ്ജയ് കപൂർ. ലോകത്തിലെ സമ്പന്നമായ ഏത് ഫുട്ബോൾ ക്ലബിന്റെ 5 മുതൽ 10 വരെ ശതമാനം ഓഹരികൾ വിൽക്കാനാണ് തീരുമാനിച്ചത്? റയൽ മാഡ്രിഡ്, സ്പെയിന്. 1,00,000-ഓളം അംഗങ്ങളാണ് 1902 സ്ഥാപിതമായ ക്ലബിന്റെ ഉടമകൾ. ലോകത്തിലെ സമ്പന്നമായ ഏത് ഫുട്ബോൾ ക്ലബിന്റെ 5 മുതൽ 10 ശതമാനം വരെ ഓഹരികളാണ് വിൽക്കാൻ തീരുമാനിച്ചത്? റയൽ മാഡ്രിഡ്, സ്പെയിന്. നവംബർ 24 അന്തരിച്ച ജിമ്മി ക്ലിഫ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ജമൈക്കൻ സംഗീതമായ റെഗയുടെ പ്രചാരകനായ സംഗീതജ്ഞൻ. വിയറ്റ്നാം യുദ്ധത്തിനെതിരെ ക്ലിഫ് എഴുതി ആലപിച്ച വിയറ്റ്നാം എന്ന ഗാനത്തെ അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമായ ബോബ് ഡിലൻ വിശേഷിപ്പിച്ചത് എക്കാലത്തെയും മികച്ച പ്രതിഷേധ ഗാനമെന്നാണ്. നവംബർ 24 അന്തരിച്ച ജിമ്മി ക്ലിഫ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ജമൈക്കൻ സംഗീതമായ റെഗയുടെ പ്രചാരകനായ സംഗീതജ്ഞൻ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ NALSAയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ വിക്രം നാഥ് സുപ്രീം കോടതി ജഡ്ജിയാണ്. സുപ്രീം കോടതി നിയമസഹായ സമിതി SCLSയുടെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജിയായ K
മഹേശ്വരിയും നിയമിതയായി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് വിക്രം നാഥ്. NALSA എക്സിക്യൂട്ടീവ് ചെയർമാൻ വിക്രം നാഥ് സുപ്രീം കോടതി ജഡ്ജിയാണ്. സുപ്രീം കോടതി നിയമസഹായ സമിതിയുടെ SCLSയുടെ അധ്യക്ഷയായി സുപ്രീം കോടതി ജഡ്ജിയായ JK മഹേശ്വരി നിയമിതയായി. അപ്പോൾ ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ വിക്രം നാഥ്, സുപ്രീം കോടതി നിയമസഹായ സമിതിയുടെ അധ്യക്ഷ JK മഹേശ്വരി. ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ സ്മരണാർത്ഥം 2015 മുതൽ ഭരണഘടനാ ദിനം സംവിധാൻ ദിവസ് ആചരിക്കുന്നത്. 76ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലയാളം ഉൾപ്പെടെ 9 ഭാഷകളിൽ ഭരണഘടനയുടെ പതിപ്പുകൾ പുറത്തിറക്കി. ഭരണഘടനാ ദിനത്തിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ദേശീയ ഭരണഘടനാ ദിനം നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ്? നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് 2015 മുതൽ ഭരണഘടനാ ദിനം സംവിധാൻ ദിവസ് ആചരിക്കുന്നത്. 76ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലയാളം ഉൾപ്പെടെ 9 ഭാഷകളിൽ ഭരണഘടനയുടെ പതിപ്പുകൾ പുറത്തിറക്കി. ഭരണഘടനാ ദിനത്തിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23. 2025 സൂചികയിൽ ഇന്ത്യ 10ാം സ്ഥാനത്തായിരുന്നു. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് CCPI 2026 ഇന്ത്യയുടെ സ്ഥാനം 23. 2025 സൂചികയിൽ ഇന്ത്യ 10ാം സ്ഥാനത്തായിരുന്നു. 23ാം സ്ഥാനമാണ് കേട്ടോ. 23ാം സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23. ഇന്ത്യയുടെ 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സരയു വെൽപുല തെലങ്കാനയിലെ വാറങ്കൽ സ്വദേശിയാണ്. ഇന്ത്യയുടെ 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സരയു വെൽപുല. പുതുതലമുറയുമായി ചേർന്ന് പോകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഡൽഹി IIT ക്യാമ്പസിൽ. 90% ഡിജിറ്റൽ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. പുതുതലമുറയുമായി ചേർന്ന് പോകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഡൽഹി IIT ക്യാമ്പസിൽ. 90% ഡിജിറ്റൽ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. UN അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഓരോ 10 മിനിറ്റിലും എപ്രകാരം സ്ത്രീകൾ കൊല്ലപ്പെടുന്നതായാണ് കണക്ക്? പങ്കാളികളാലോ ബന്ധുക്കളാലോ? യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈം, UN വുമൺ എന്നിവ സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ കണക്ക്. ഒരു ദിവസം ശരാശരി 137 പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരാൽ കൊല്ലപ്പെടുന്നവരുടെ നിരക്ക് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലാണ്. തെക്കുവടക്ക് അമേരിക്കകൾ, ഓഷ്യാനിയ എന്നിവയാണ് തൊട്ടു പിന്നിൽ. ഏഷ്യ 3ാം സ്ഥാനത്താണ്. UN അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഓരോ 10 മിനിറ്റിലും എപ്രകാരം സ്ത്രീകൾ കൊല്ലപ്പെടുന്നതായാണ് കണക്ക്? പങ്കാളികളാലോ ബന്ധുക്കളാലോ? ഓപ്പറേഷൻ പവൻ സൈനിക ദൗത്യത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഈയിടെ കരസേന ആദരവർപ്പിച്ചു. എന്തായിരുന്നു ഈ ദൗത്യം? ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിലെ തമിഴ് പുലികളിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിനായി നടത്തിയ ദൗത്യം. 1987 ഒക്ടോബർ 9 ആരംഭിച്ച ദൗത്യം 1990 മാർച്ച് 24 ഔപചാരികമായി അവസാനിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ്
ജയവർദ്ധനും തമ്മിൽ 1987 ഒപ്പുവെച്ച ഇന്തോ ശ്രീലങ്ക കരാർ പ്രകാരമാണ് ഇന്ത്യ സമാധാന സേനയെ നിയോഗിച്ചത്. ഓപ്പറേഷൻ പവൻ സൈനിക ദൗത്യത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഈയിടെ കരസേന ആദരവർപ്പിച്ചു. എന്തായിരുന്നു ഈ ദൗത്യം? ഇന്ത്യൻ സമാധാന സേന IPKF ശ്രീലങ്കയിലെ തമിഴ് പുലികളിൽ LTTയിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിനായി നടത്തിയ ദൗത്യം. ആണവോർജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം. ആണവോർജ മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സസ്റ്റൈനബിൾ ഹാർഡനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ബിൽ ലോക്സഭ പാസാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആണവോർജ മേഖലയിൽ നിയന്ത്രിത രീതിയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തത്തിന് അവസരമൊരുക്കുകയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. സ്വകാര്യ കമ്പനികൾക്ക് 49% വരെ ഓഹരി അനുവദിക്കും. വൈദ്യുതിയിലെ ലഭ്യത കൂട്ടുക, കൽക്കരിയുടെ ആവശ്യകത കുറയ്ക്കുക, ഇന്ധന ഇറക്കുമതി കുറയ്ക്കുക എന്നിവയെല്ലാം ബില്ലിന്റെ പരിധിയിൽ വരും. ആണവോർജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം. ആണവോർജ മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ബില്ല് ലോക്സഭ പാസാക്കി. മലിനീകരണ നിയന്ത്രണ കപ്പല്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര പ്രതാപ് നീറ്റിലിറക്കി. രാജ്യത്തിന്റെ കടൽത്തീരങ്ങളിലുള്ള എണ്ണച്ചോർച്ച തടയാനുള്ള സജ്ജീകരണങ്ങൾ കപ്പലിലുണ്ടാകും. 114.5 മീറ്റർ നീളവും 16.5 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 4170 ടൺ ഭാരമുണ്ട്. മലിനീകരണം നിയന്ത്രിക്കാനും എണ്ണച്ചോർച്ച ഉണ്ടായാൽ അവ വീണ്ടെടുക്കാനും വേർതിരിക്കാനുമുള്ള ഉപകരണങ്ങൾ കപ്പലിലുണ്ടാകും. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് 583 കോടി രൂപ ചെലവിൽ രൂപകൽപ്പന ചെയ്ത കപ്പലാണ് സമുദ്ര പ്രതാപ്. അപ്പം മലിനീകരണ നിയന്ത്രണ കപ്പല് ഏതാണ്? സമുദ്ര പ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര പ്രതാപ് നീറ്റിലിറക്കി. രാജ്യത്തിന്റെ കടൽത്തീരങ്ങളിൽ ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനുള്ള സജ്ജീകരണങ്ങൾ കപ്പലിലുണ്ടാകും. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് 583 കോടി രൂപ ചെലവിൽ രൂപകൽപ്പന ചെയ്ത കപ്പലാണ് സമുദ്ര പ്രതാപ്. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ MRI സ്കാനർ. സ്കാനർ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ വോക്സൽ ഗ്രിഡ്സ് നിർമ്മിച്ചു. 1.5 ടെസ്ല എന്നാണ് സ്കാനറിന് നൽകിയ പേര്. സ്കാനറിന്റെ പേരെന്താണ്? 1.5 ടെസ്ല എന്നാണ് സ്കാനറിന് നൽകിയ പേര്. രോഗനിർണയ ഉപകരണങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിൽ നിർണായക ചുവടുവയ്പ്പാണിത്. നാഗ്പൂരിലുള്ള ചന്ദ്രപൂർ ക്യാൻസർ കെയർ ഫൗണ്ടേഷനിലാണ് പുതിയ MRI സ്കാനർ പ്രവർത്തിക്കുക. മറ്റുപകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടെസ്ലയിൽ ദ്രാവക ഹീലിയം ഉപയോഗിക്കുന്നില്ല. കൂടാതെ വൈദ്യുതി ഉപഭോഗവും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ MRI സ്കാനർ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ വോക്സൽ ഗ്രിഡ്സ് നിർമ്മിച്ചു. 1.5 ടെസ്ല എന്നാണ് സ്കാനറിന് നൽകിയ പേര്. രോഗനിർണയ ഉപകരണങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിൽ നിർണായക ചുവടുവയ്പ്പാണിത്. നാഗ്പൂരിലുള്ള ചന്ദ്രപൂർ ക്യാൻസർ കെയർ ഫൗണ്ടേഷനിലാണ് പുതിയ MRI സ്കാനർ പ്രവർത്തിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു INS വാഗ്ഷീറിൽ. അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അന്തർവാഹിനി INS വാഗ്ഷീറിൽ യാത്ര ചെയ്തു. കർണാടകയിലെ കാർവർ നാവിക ആസ്ഥാനത്ത് നിന്നായിരുന്നു യാത്ര നടത്തിയത്. അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമാണ് ആദ്യത്തെ വ്യക്തി. അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അന്തർവാഹിനി INS വാഗ്ഷീറിൽ യാത്ര ചെയ്തു. കർണാടകയിലെ കാർവർ
നാവിക ആസ്ഥാനത്ത് നിന്നായിരുന്നു യാത്ര നടത്തിയത്. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമാണ് ആദ്യത്തെ വ്യക്തി. പിനാക ഗൈഡഡ് റോക്കറ്റ് പരീക്ഷണം വിജയകരം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റിന്റെ പരീക്ഷണം വിജയകരമായി നടന്നു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. 120 കിലോമീറ്ററാണ് റോക്കറ്റിന്റെ വേഗപരിധി. ശിവന്റെ വില്ല് എന്നതാണ് പിനാകയുടെ അർത്ഥം. പിനാകയുടെ അർത്ഥം എന്താണ്? ശിവന്റെ വില്ല്. പിനാക ഗൈഡഡ് റോക്കറ്റ് പരീക്ഷണം വിജയകരം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റിന്റെ പരീക്ഷണം വിജയകരമായി നടന്നു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. 120 കിലോമീറ്ററാണ് റോക്കറ്റിന്റെ വേഗപരിധി. ശിവന്റെ വില്ല് എന്നതാണ് പിനാകയുടെ അർത്ഥം. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത മധ്യപ്രദേശിൽ ദേശീയപാത 45-ലെ ദുർഗാവതി ടൈഗർ റിസർവിൽ 11.96 കിലോമീറ്ററിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മൃഗങ്ങളും വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാണ് നിർദ്ദിഷ്ട രീതിയിൽ പാത നിർമ്മിച്ചിരിക്കുന്നത്. മൃഗങ്ങൾക്ക് കടന്നുപോകുന്നതിനായി റോഡിനടിയിലൂടെ 25 അടി പാതകൾ, പാലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ, വേലികൾ എന്നിവയ്ക്ക് പുറമെ 5 മില്ലിമീറ്റർ കനത്തിൽ തെർമോപ്ലാസ്റ്റിക് റെഡ് മാർക്കിങ്ങും റോഡിൽ ഉണ്ടാകും. ദുബായിലെ ഷെയ്ഖ് സെയ്ദ് റോഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് റെഡ് ടോപ്പ് മാർക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത മധ്യപ്രദേശിൽ ദേശീയപാത 45-ലെ ദുർഗാവതി ടൈഗർ റിസർവിൽ 11.96 കിലോമീറ്ററിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ദുബായിലെ ഷെയ്ഖ് സെയ്ദ് റോഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് റെഡ് ടോപ്പ് മാർക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്